സ്നേഹമുള്ളവരെയും ഈശോയുടെ വചനം, ആ വചനം ദൈവം തന്നെയാണെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ആരംഭത്തിൽ തന്നെ കേൾക്കുന്നത്. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. സ്നേഹമുള്ളവരെ, എന്നെ വളരെ ആകർഷിച്ച ഒരു വചനഭാഗമാണിത്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്, ഞാൻ ഉത്തരേന്ത്യയിലായിരുന്നു അധികം ആരംഭത്തിൽ തന്നെ. ഹിന്ദിയിലായിരുന്നു വചനപ്രഘോഷണം ആരംഭിച്ചത്. അതുകൊണ്ട് ഹിന്ദി ബൈബിൾ പഠിക്കാൻ ഇടയായി. ഹിന്ദി ബൈബിളിൽ പറയുന്നത് ആദിയിൽ വചനമുണ്ടായി എന്നതിന് ഹിന്ദിയിൽ പറയുന്നത് ആദിമേം ശബ്ദ് ഥാ. ശബ്ദ് आदि में शब्द था, शब्द ईश्वर के साथ था, शब्द ईश्वर ही था, सब कुछ उसके द्वारा बना गया, उसके बिना कुछ भी नहीं बना, उसमें जीवन था, उस जीवन इंसान का ज्योति था. സ്നേഹമുള്ളവരെ, ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു, സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളിന് അതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. Praise the Lord. സ്നേഹമുള്ളവരെ, നമ്മൾ വചനം കേൾക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനത്തിൽ പറയുകയാണ്, വചനം സജീവവും ഊർജ്ജസ്വലവും ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറുന്നതും ആത്മാവിലും മനസ്സിലും പ്രവേശിച്ച് അതിൻ്റെ ഭാവവികാരങ്ങളെ മാറ്റുന്നതുമാണ്. കണ്ടോ വചനത്തിൻ്റെ പ്രത്യേകത? വചനം ദൈവം തന്നെയാണ്. മനുഷ്യ വ്യക്തികളിൽ അത് തുളച്ചു കയറി ദൈവീകത പ്രസരിപ്പിച്ച് പ്രകാശം പരത്തി പാടെ മാറ്റിക്കൊണ്ട് അത് സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറുന്നു. മജ്ജ എല്ലിൻ്റെ ഉള്ളിലാണ്, ഇല്ലേ? അപ്പോൾ മജ്ജയിൽ തുളച്ചു കയറണമെങ്കിൽ എവിടെ തുളച്ചു കയറണം? എല്ലിലൂടെ കയറണം. അത് സജീവമാണ്. ഇറ്റ് ഹാസ് എ ഡൈനാമിക് പവർ. സജീവം. ഇപ്പം എൻ്റെ കൈ ഇങ്ങനെ കിടക്കുകയാണ്. എന്തുകൊണ്ടാണ്? എൻ്റെ കൈ തളർന്നു എന്ന് വിചാരിക്കുക. എൻ്റെ കൈ തളർന്നാൽ ഇങ്ങനെ കിടക്കും എന്ന് പറഞ്ഞാൽ ജീവനില്ല. എന്നാൽ വചനം ഇതുപോലെ ജീവനില്ലാതെ തളർന്നു കിടക്കുന്നൊന്നല്ല. ഡൈനാമിക്, സജീവം. കണ്ടോ? ലിവിങ്, ലിബൻഡിക് എന്നാണ് ജർമ്മൻ ഭാഷയിൽ പറയുന്നത്. എനിക്ക് വലിയ ഇഷ്ടമാണ് ആ വാക്ക്, ലിബൻഡിക്. ലിവിങ്, സജീവം, ഡൈനാമിക്. അത് തുളച്ചു കയറും. വചനമാണ് നമ്മളെ പ്രഥമമായിട്ട് രൂപാന്തരപ്പെടുത്തുന്നത്. സജീവവും സശക്തവും ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയമായി വചനം എവിടെയെല്ലാം പ്രവേശിക്കുന്നു? സന്ധിബന്ധങ്ങളിൽ പ്രവേശിക്കുന്നു. മജ്ജ. അപ്പോൾ അത് ശരീരത്തിൻ്റെ ഒരു ഘടനയാണ്. അസ്ഥി, സന്ധിബന്ധങ്ങൾ, മജ്ജ, തൊലി, അതിൽ പ്രവേശിക്കുന്നു. മനസ്സിൽ പ്രവേശിക്കുന്നു, ആത്മാവിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ഒരു മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ശരീരം, മനസ്സ്, ആത്മാവ്, അല്ലെങ്കിൽ ആത്മാവ്, മനസ്സ്, ശരീരം, ഈ 3 തലങ്ങളിലും ഒരേ സമയം പ്രവർത്തിച്ചുകൊണ്ട് അതിനെ രൂപാന്തരപ്പെടുത്തുന്നു. എന്നാൽ ഒരു സയൻറ്റിഫിക് സബ്ജക്റ്റ്, ഒരു ശാസ്ത്രീയമായ മാനുഷിക ബുദ്ധിയിൽ രൂപം കൊള്ളുന്ന ഒരു വാക്ക് സന്ധിബന്ധങ്ങളിൽ കയറാൻ പറ്റുമോ? ആത്മാവിൽ കയറാൻ പറ്റുമോ? മനസ്സിൽ കയറാം.
ഇപ്പം ഞാൻ എൻജിനീയറിംഗ് ഒക്കെ പഠിച്ചപ്പോൾ കാണാപ്പാഠം പഠിച്ചിരുന്ന ഒന്നാണ് എനർജി, ലോ ഓഫ് കോൺസർവേഷൻ ഓഫ് എനർജി. എനർജി cannot be created nor destroyed. A machine is a contrivance which convert energy from available form to useful form. എന്തോരം പറഞ്ഞേക്കണതായത്. പക്ഷേ ഇത് ആത്മാവിൽ കയറുമോ? ഇത് സന്ധിബന്ധങ്ങളിൽ കയറുമോ? എന്നാൽ മനസ്സിൽ കയറും. പരാഗിയിൽ നിന്നും പരാഗണം നടത്തുന്ന ആ രഹസ്യത്തിനെ പോളിനേഷൻ എന്ന് പറയുന്നു. ഇത് സന്ധിബന്ധങ്ങളിൽ കയറുമോ? മനസ്സിൽ കയറും. മാത്തമാറ്റിക്സ്, ടാൻ തീറ്റ, കോസ് തീറ്റ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇത് ആത്മാവിൽ കയറുമോ? സന്ധിബന്ധങ്ങളിൽ കയറുമോ? മനസ്സിൽ കയറും. ഇതാണ് പ്രത്യേകത. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഊർജ്ജസ്വലവും ഇരുതലവാളിനേക്കാൾ ശക്തിയേറിയതും. ഇതാ ഞാനിപ്പോൾ ദൈവത്തിൻ്റെ ഒരു വചനം പറയാൻ പോവുകയാണ്. ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം സ്നേഹിച്ചു, അവനിൽ വിശ്വസിക്കുന്നവരാരും തന്നെ നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കുന്നതിനായി ദൈവം അവനെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ നൽകിയത് അവരെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് അവൻ മൂലം അവർ രക്ഷ പ്രാപിക്കുന്നതിനാണ്. കണ്ടോ? ഇത് സന്ധിബന്ധങ്ങളിലും ആത്മാവിലും മനസ്സിലും ഒരുപോലെ പ്രവേശിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇതാ ഒരു വചനം വരുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അവൻ്റെ സായാഹ്നമായപ്പോൾ അനേകം രോഗികളെയും പിശാച് ബാധിതരെയും അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരോട് വചനം പറഞ്ഞപ്പോൾ പിശാച് വിട്ടുപോകുകയും വചനത്തിലൂടെ സകല രോഗങ്ങളും സുഖപ്പെട്ടു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ അതേ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. അതേ യേശുവിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. വിശ്വസിക്കുവിൻ. ഈ വചനം ഇരുതലവാൾ പോലെ നിങ്ങളിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ സകല രോഗങ്ങളും മാറും. മാനസിക രോഗങ്ങളും മാറും, ശരീരത്തിൻ്റെ രോഗങ്ങളും മാറും, സർവോപരി ആത്മാവിൻ്റെ രോഗമായ പാപവും മാറും. അതാണ് ഏറ്റവും പ്രധാന സൗഖ്യം. ഈശോ മലമുകളിൽ പ്രഘോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ തീർച്ചയായും അതിൻ്റെ താഴ്വാരത്തിലുള്ള ആ ഗുഹകളിൽ താവളമടിപ്പിച്ചിരുന്ന കുഷ്ഠരോഗി ക്യാമ്പിലുണ്ടായിരുന്നവരായിരിക്കാം ഇത് കേട്ടത്. കുഷ്ഠരോഗികളെ സമൂഹവും സഭയും എല്ലാവരും തിരസ്കരിച്ചിരുന്നു. കാരണം സമൂഹത്തിൽ നിൽക്കുകയാണെങ്കിൽ കുഷ്ഠം സമൂഹത്തിൽ പടരും, വീട്ടിലാണെങ്കിൽ വീട്ടിൽ പടരും, പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ ഉള്ളവരിൽ പടരും. അതുകൊണ്ട് ഈ 3 പേരും അവർ ഉപേക്ഷിച്ച് ഒരു ക്യാമ്പിൽ കൊണ്ടുപോയി ഇടും. അങ്ങനെ അത്രയ്ക്ക് പ്രത്യാശയില്ലാതെ കിടക്കുന്ന ആ കുഷ്ഠരോഗി മലമുകളിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്ന യേശുവിൻ്റെ വചനം കേട്ടു. യേശുവിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. ഈ ശബ്ദം കേട്ടപ്പോൾ ഇതാരുടെ ശബ്ദമാണിത്? ഹൃദയത്തിൽ ആശ്വാസം പകരുന്നല്ലോ, എനിക്ക് പ്രത്യാശ കിട്ടുന്നല്ലോ. വീണ്ടും ആ ശബ്ദം മലമുകളിൽ നിന്ന് കേൾക്കുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഉടനെ ഈ കുഷ്ഠരോഗിക്ക് വലിയൊരു പ്രത്യാശ. അയാൾ പറയുകയാണ്, മറ്റുള്ള കുഷ്ഠരോഗികളോട് പറയും, ഞാൻ പോവുകയാണ് അങ്ങോട്ട്. അവർ പറഞ്ഞു, നീ പോടോ, നിന്നെ ഒരു തല്ലി കൊല്ലും നിങ്ങൾ. കുഷ്ഠരോഗി അങ്ങനെ പുറത്ത് പോകാൻ പാടില്ല, കുഷ്ഠരോഗികളെ പുറത്ത് പോകാൻ പാടില്ല എന്ന് എനിക്കറിയില്ലേ? ഇല്ല, ഞാൻ പോകും, ഞാൻ പോകും. ഇതാ ആ ശബ്ദം കേൾക്കൂ, വലിയ പ്രത്യാശ തോന്നുന്നു, എനിക്ക് ഉറപ്പുണ്ട്. വീണ്ടും ശബ്ദം പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾക്കൊരു കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ മാറും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഈ കുഷ്ഠരോഗിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എന്താണ് എന്താണ് ഈ യേശുവിൻ്റെ വചനം ഒരു കാന്തശക്തി പോലെ, ഒരു വശീകരണ ശക്തി പോലെ അവരെ വലിച്ചെടുക്കുന്നു.
അങ്ങനെ ആ കുഷ്ഠരോഗി ഈശോവിൻ്റെ അടുത്തേക്ക് വരുന്നു. പ്രത്യാശയോടെ എങ്ങനെയാണ് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കും? കുഷ്ഠം മാറുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? അവൻ വിശ്വസിച്ചുകൊണ്ട് ഈശോയെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധി നൽകാൻ പറ്റും. ഈശോ പറഞ്ഞ് എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് കുഷ്ഠരോഗിയുടെ മേൽ സ്പർശിച്ചു. തൽക്ഷണം അവൻ്റെ കുഷ്ഠം മാറി. സ്നേഹമുള്ളവരെ, ആ കർത്താവാണ് നമ്മളിപ്പോൾ ആരാധിക്കാൻ പോകുന്നത്. നമുക്ക് ആ കർത്താവിൽ ആശ്രയിക്കാം. ആ കർത്താവിൻ്റെ വചനം നമ്മളെ സൗഖ്യപ്പെടുത്തും. ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളെ സൗഖ്യപ്പെടുത്തും. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. നമ്മൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടും. വരുവിൻ, നമുക്ക് തുടർന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥന പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോടു കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോടു കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ. ദൈവം നമ്മോടു കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോടു കൂടെ. ദൈവം നമ്മോടു കൂടെ. ദൈവം നമ്മോടു കൂടെ. പരിശുദ്ധാത്മാവേ ദൈവമേ അങ്ങേയ്ക്കാരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ അങ്ങേയ്ക്കാരാധന. പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങേയ്ക്കാരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ അങ്ങേയ്ക്കാരാധന. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമേ അങ്ങേയ്ക്കാരാധന. സ്നേഹം സ്നേഹം സ്നേഹദാതാവേ അങ്ങേയ്ക്കാരാധന. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമേ അങ്ങേയ്ക്കാരാധന. സ്നേഹം സ്നേഹം സ്നേഹദാതാവേ അങ്ങേയ്ക്കാരാധന. ആദിയിൽ വചനമുണ്ടായി. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവം തന്നെയായിരുന്നു. ആ വചനം മനുഷ്യനായി അവതരിച്ച് നമ്മോടൊത്ത് വസിച്ചു. ആ വചനം തന്നെയായി ഈശോ നമ്മളോട് ആ വചനം പ്രഘോഷിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം ആത്മാവും ജീവനുമാകും.
സ്നേഹമുള്ളവരെ, ഈശോ വചനം പ്രഘോഷിച്ചപ്പോൾ, സായാഹ്നമായപ്പോൾ വലിയൊരു ജനാവലി അവൻ്റെ അടുത്ത് വന്നു. അവൻ അവരോട് വചനം പ്രഘോഷിച്ചപ്പോൾ അശുദ്ധാത്മാക്കൾ വിട്ടുപോയി. എല്ലാവരും സൗഖ്യപ്പെട്ടു. അവൻ്റെ വചനം അവരെ സൗഖ്യപ്പെടുത്തി. നമ്മൾ കേട്ടു ഈശോയുടെ വചനത്തിൻ്റെ ശക്തി. വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി, ആത്മാവിലും മനസ്സിലും കയറി അതിനെ രൂപാന്തരപ്പെടുത്തുന്നു. അങ്ങനെയാണ് നമുക്ക് സൗഖ്യമുണ്ടാകും. ഇന്ന് നമ്മൾ കേട്ട ഈ വചനത്തെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു വചനത്തെ നമ്മൾക്ക് മുറുകെ പിടിക്കാം. കർത്താവിൻ്റെ വചനം നമ്മളെ സൗഖ്യപ്പെടുത്തും. മലമുകളിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഈശോയുടെ വചനം കേട്ടപ്പോൾ ഇതാ താഴ്വാരത്തിൽ അത് കേട്ടുകൊണ്ട് വളരെ അവശതയിൽ, ജീവിതത്തിൽ യാതൊരു പ്രത്യാശയുമില്ലാത്ത ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ച് ജീവിതം ഈ ഭൂമിയിലെ തന്നെ നരകം പോലെയാണ്. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട്, വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പള്ളിയിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട ആ കുഷ്ഠരോഗി ഈശോയുടെ ആ വചനം കേട്ടപ്പോൾ പ്രത്യാശ കൊണ്ട് നിറഞ്ഞു. സ്നേഹം, വചനം പ്രത്യാശയാണ്. വചനം ദൈവം തന്നെയാണ്. വചനത്തിലൂടെ ജീവനും ആത്മാവും നമ്മിലേക്ക് പ്രസരിക്കുന്നു. വരുവിൻ, നമുക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് ആ വചനത്തെക്കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് വചനമാകുന്ന ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇന്ന് ഈ സായാഹ്നത്തിൽ അന്ന് ഈശോ വചനം പറഞ്ഞപ്പോൾ സൗഖ്യപ്പെട്ടതുപോലെ ഇന്ന് ഈ വചനം കേൾക്കുന്നവരെല്ലാവർക്കും സൗഖ്യമുണ്ടാകട്ടെ. അവരുടെ സന്ധിബന്ധങ്ങൾ സൗഖ്യപ്പെടട്ടെ. കുഷ്ഠരോഗി യേശുവിന്റെ അടുത്തേക്ക് വന്നു. ആ കുഷ്ഠരോഗിയുണ്ടായ പ്രത്യാശ, ആ കുഷ്ഠരോഗി പ്രത്യാശയോടെ വന്ന പോലെ രോഗം മാറും. യേശുവിന്റെ നാമത്തിൽ രോഗം മാറും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ വചനത്തിൽ കുഷ്ഠരോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ. രോഗങ്ങൾ മാറട്ടെ. യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ ആത്മാവിനാൽ, യേശുവിന്റെ ശക്തിയാൽ ഇപ്പോൾ രോഗങ്ങൾ മാറട്ടെ. ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. യേശുവേ, തൊടണമേ. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധിപ്പെടുത്താൻ കഴിയും. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഈ കുഷ്ഠരോഗം മാറും. അങ്ങേക്ക് മനസ്സുണ്ട്. അതേ കർത്താവേ, അങ്ങ് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്. ഈ വചനം ഇപ്പോൾ എല്ലാവരും സ്പർശിക്കട്ടെ. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ഈ വചനം, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ഹല്ലേലൂയ. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകട്ടെ. എനിക്ക് മനസ്സുണ്ട്. അവൻ ഒരു വചനത്തിലൂടെ എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടുത്തി. സ്നേഹമുള്ളവരെ, ഈ നമ്മൾ അനുഭവിക്കുന്ന യേശുവിൻ്റെ വചനത്തിൻ്റെ ഈ അത്ഭുത ശക്തി വിശേഷം ആരറിയുന്നു? ജനം ഇത് അറിയുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, ഈശോ പറഞ്ഞില്ലേ, മർക്കോസിന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 24-ാമത്തെ വചനത്തിൽ പറഞ്ഞതാണ്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. മറ്റ് വചനങ്ങളെ പോലെയല്ല, മറ്റ് ഗ്രന്ഥങ്ങളെ പോലെയുമല്ല. യേശുവിൻ്റെ വചനം മനുഷ്യാവതാരം ചെയ്ത വചനമാണ്. ആ മനുഷ്യനായി അവതരിച്ച വചനമാണ്. ആ വചനം ഇന്ന് ലോകം മുഴുവനിലേക്കും പരന്നുകൊണ്ടിരിക്കുന്നു. കോടാനുകോടി മനുഷ്യരിലേക്ക് ആ വചനം പടർന്ന് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഈ വചനം, ആദിയിലുണ്ടായ വചനം, പ്രകാശമായ വചനം, ദൈവം തന്നെയായ വചനം, അന്ധകാരത്തിൽ പ്രകാശിക്കുന്ന വചനം എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കും
എല്ലാ ജാതി മതസ്ഥരിലേക്കും പ്രസരിക്കട്ടെ. വചനം പ്രസരിക്കട്ടെ. വചനം വിശ്വാസം പകരട്ടെ. വചനം അന്ധകാരം അകറ്റട്ടെ. വചനം ശക്തി പകരട്ടെ. വചനം സൗഖ്യം പകരട്ടെ. ദൈവത്തിന്റെ വചനം ദൈവം തന്നെയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തി, ദൈവശക്തി എന്നുള്ള വരികൾ പാടിക്കൊണ്ട് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ശക്തിയാണ്. അത് ദൈവത്തിന്റെ ശക്തിയാണ്. അത് രക്ഷയിലേക്ക് നയിക്കുന്ന ശക്തിയാണ്. അത് രക്ഷയിലേക്ക് നയിക്കും. നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടിക്കൊണ്ട് ഈ വചനം ജനങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്നതിനായിട്ട്, ഈ പുതിയ പെന്തക്കോസ്തായിലൂടെ ഒരു പുതിയ കൊടുങ്കാറ്റായിട്ട് ഈ വചനം എല്ലാ ഹൃദയങ്ങളിലേക്കും പ്രസരിക്കുന്നതിനായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ശക്തി, പരിശുദ്ധാത്മശക്തി നിറയട്ടെ, കവിയട്ടെ, നദി പോലൊഴുകട്ടെ, മഴ പോൽ ചൊരിയട്ടെ, നമ്മിൽ നിറയട്ടെ. ശക്തി, ദൈവശക്തി, പരിശുദ്ധാത്മശക്തി പരിശുദ്ധാത്മശക്തി നിറയട്ടെ, കവിയട്ടെ, നദി പോലൊഴുകട്ടെ, മഴ പോൽ ചൊരിയട്ടെ, നമ്മിൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം ദൈവം തന്നെയാണെന്നും നമ്മളോരോ കുടുംബങ്ങളിലും നമ്മളോരോ മക്കളിലും നമ്മളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം എല്ലാ ദിവസവും നമ്മൾ വചനം വായിക്കുന്നതിനും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നതിനും, അങ്ങനെ യേശുവാണ് വചനം. യേശുവിന്റെ മനുഷ്യാവതാരത്തിലൂടെ എവിടെയെല്ലാം വചനവും പരിശുദ്ധാത്മാവും പ്രവർത്തിക്കുന്നുവോ അവിടെയെല്ലാം യേശു രൂപപ്പെടുന്നു. നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണെങ്കിലും, നമ്മൾ വിശ്വാസികളാണെങ്കിലും, നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിലും, സ്നേഹമുള്ളവരെ, ദൈവവചനം നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നുണ്ടോ? ദൈവവചനം നമ്മൾ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഓരോ ക്രിസ്തീയ കുടുംബങ്ങളിൽ തന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നതിനും, എല്ലാ ദിവസവും വചനം കേൾക്കുന്നതിനും, ഷാലോം ടെലിവിഷനിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും എല്ലാ ദിവസവും വചനം ശ്രവിക്കുന്നവരായി മാറട്ടെ. വചനത്തിൽ ജീവിക്കുന്നവരായി മാറട്ടെ. വചനം ജീവിക്കുന്നവരായി മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനത്തിൽ ഈശോ ആകുന്ന നല്ല ഇടയൻ ആടുകളെ പച്ചപ്പുല്ലാകുന്ന വചനത്തിലേക്കും പ്രശാന്തമായ ജലാശയമാകുന്ന പരിശുദ്ധാത്മാവിലേക്കും കൊണ്ടുപോകുന്നു. ഈശോ തന്നെ എന്നും പാടുന്ന ഈ സങ്കീർത്തനം പാടിക്കൊണ്ട് നമ്മളുടെ വിശ്വാസികളെ, നമ്മുടെ ജനങ്ങളാകുന്ന ദൈവജനമാകുന്ന ഈ കുഞ്ഞാടുകളെല്ലാവരും പച്ചപ്പുലിലേക്ക് കൊണ്ടുപോകും. നമുക്ക് പാടാം, കൈയടിച്ച് പാടാം, കൈയടിച്ച് പാടാം. കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും നമ്മുടെ ഇടയിൽ ഇവിടെ ഉണ്ട്. നമ്മുടെ ഇടയിൽ ഓരോ ആത്മാക്കളെയും
പച്ചപ്പുല്ലാവുന്ന വചനത്തിലേക്കും ജലാശയമാകുന്ന പരിശുദ്ധാത്മാവിലേക്കും നയിക്കട്ടെ. ഓരോ ആടുകളെയും, ഓരോ വിശ്വാസികളെയും, ഓരോ മക്കളെയും, ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവാണെന്റെ ഇടയൻ എനിക്കൊന്നിനും. നമ്മുടെ പ്രാർത്ഥനയാണ് ഈശോയോടൊപ്പം സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ട് ഈശോയും മാതാവും ഔസേപിതാവും സകല വിശുദ്ധരും പ്രാർത്ഥിച്ചു. അവരെല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. മാതാവ് നമ്മുടെ കൂടെയുണ്ട്, ഔസേപിതാവ് നമ്മുടെ കൂടെയുണ്ട്, സകല വിശുദ്ധരും നമ്മളോട് കൂടെയുണ്ട്. സകല മാർപ്പാപ്പാമാരും സ്വർഗം മുഴുവനും ഇതാ പാടുന്നു. സ്വർഗം മുഴുവനും പാടുന്നു. മാലാഖമാര് മുഴുവനും പാടുന്നു. സ്വർഗം മുഴുവനും പാടുന്നു. യേശുവിനോടൊപ്പം പാടുന്നു. കർത്താവാണെന്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഈശോയെ, അങ്ങാണ് ഞങ്ങളുടെ എല്ലാം. അങ്ങയുടെ ഹിതം ആണ് ഞങ്ങളുടെ ഹിതം. അങ്ങയുടെ ഹിതം ഞങ്ങളിൽ പൂർണ്ണമാകുന്നതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഞങ്ങളെല്ലാവരിലും ആകട്ടെ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ